ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കിഴി റിയാക്ഷൻ ആണ് ഒരു വധം, ഒരു ഒന്നൊന്നര വധം. താത്ത വരാറ് അല്ലേ? ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. വന്നു എന്നിട്ട് കൊണ്ടിട്ട് പോയി, വാങ്ങിട്ട് പോയി. എന്തൊക്കെയാണെങ്കിലും നമ്മൾ തിയേറ്ററിൽ നിന്ന് അനുഭവിച്ചതിനുള്ളത് നമുക്ക് തിരിച്ചു കിട്ടണമല്ലോ. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രോള്, ഇതിൻ്റെ റോസ്റ്റ് വീഡിയോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്യും. നമുക്ക് മനസ്സിനൊരു സന്തോഷമായിരിക്കും, കുറച്ചെങ്കിലും സമാധാനം കിട്ടണമല്ലോ. സത്യം അല്ലേ? അതെ. താത്ത വന്ന് നമ്മളെ കൊന്നിട്ട് പോയതാണ്. അപ്പൊ അതിനുള്ളൊരു ഒന്നൊന്നര സാധാരണ കൊലപാതകമൊന്നും അല്ല, അത് ഇഞ്ചിഞ്ചായിട്ടാ വന്നത്. 3 മണിക്കൂർ. അതെ, ഇതൊരു പ്രതികാരമാണ്. എന്തായാലും നമ്മുടെ റീലോഡ് മീഡിയ ചെയ്ത ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട് ഇന്ത്യൻ 2ന്റെ. കാണാം. ഒരുപാട് പേര് ഇത് അയച്ചൊന്നുണ്ട് കേട്ടോ. വേറെ ലെവലാണ്, ഇത് ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്യണം. നിങ്ങളിത് എപ്പോഴും പറയുന്ന പോലെ ചിലത് ഒഴിവാക്കാറുണ്ട്, ഒഴിവാക്കി കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ചെയ്യൂല. ഇന്ത്യൻ 2 ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. ഇനി ഫിലിം ഷെക്കിന്റെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. സത്യം വരട്ടെ, ഇങ്ങനത്തെ ഒരു സിനിമ ഞങ്ങൾ കരിയറിൽ കണ്ടിട്ടില്ല. സത്യമായിട്ടും നമ്മള് റിവ്യൂല് പറഞ്ഞത് തന്നെയല്ലേ സത്യം. പിന്നല്ലാണ്ട് സ്വർണ്ണ കക്കൂസ്, പൈസ ഉണ്ട് പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കക്കൂസ്. കുതിരയും ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ ഒരു സിനിമ വന്നിട്ടുണ്ടല്ലോ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നെറ്റ് വെറുതെ ഓണാക്കി നോക്കുമ്പോണ്ട് ഫുള്ള് മറ്റേ ട്രോളുകൾ വരാൻ തുടങ്ങി ഫേസ്ബുക്കിലൊക്കെ. അതില് മറ്റേ ആരെയാണെന്നറിയോ? നെടുമുടി വേണു ചേട്ടന്റെ ആ സാധനം ഉണ്ടല്ലോ, ആ നാക്ക് കടിച്ചിരിക്കുന്ന സാധനം, അതെടുത്ത് വെച്ചിട്ടാണ് ട്രോള്. കാരണം അങ്ങനെ ഒന്ന് അവസാനമായിട്ട് നല്ലവരേക്ക് കാണണമെന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ കൊണ്ടേ കാണിച്ചിട്ട് പോയി. വല്ലാത്തൊരു കഷ്ടം തന്നെ. എല്ലാ രീതിയിലും നമുക്ക് പണിതിട്ടാണ് ഈ ഇന്ത്യൻ താത്ത പോയിട്ടുള്ളത്. എന്തായാലും ആ താത്തക്ക് ഇനിയൊരു വരവുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇന്ത്യൻ 3 പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ടിട്ടും അതിന് പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരം തന്നെ കേട്ടോ. ഞങ്ങൾ ഇന്ത്യൻ 2 പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിലർ വരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ പഠിച്ചില്ല. നേരിട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ പഠിച്ചു. എന്തായാലും ഇന്ത്യൻ 2ന്റെ റോസ്റ്റ് വീഡിയോ, റീലോഡ് മീഡിയ. ഓക്കെ, ശങ്കറിന്റെ കരിയർ ബെസ്റ്റ് പടങ്ങളിലൊന്നായി 96 ഇന്ത്യന്റെ സീക്വൽ ആണെന്ന് പറഞ്ഞ് പടച്ചു വെച്ച ഒരു കാട്ടവരാതാണ് ഇന്ത്യൻ 2. ലഞ്ചെന്ന് മിനിറ്റിന് 60 വട്ടം പറഞ്ഞുകൊണ്ട് ലഞ്ചത്തിനെതിരെ സംസാരിക്കുന്ന ഈ പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ലഞ്ചം കൊടുത്ത് പൊക്കി പറഞ്ഞിട്ട് പോലും പൊട്ടി നിറയ പടമാണ്. ഈ പടം തുടങ്ങുന്നതിന് ബാർക്കിംഗ് ഡോഗ്സ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ കാണിച്ചുകൊണ്ടാണ്. നാട്ടിൽ നടക്കാൻ അഴിമതിയൊക്കെ ഈ യൂട്യൂബ് ചാനലിലൂടെ പുറലോകത്തിന് മുമ്പിൽ എത്തിക്കലാണ് ഈ 4 പേരുടെ മെയിൻ പണി. പക്ഷെ ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കൂലെന്ന് കണ്ടപ്പോൾ ഒരു പഴയ ഇന്ത്യൻ താത്തനെ വരുത്താൻ നോക്കും. അതിപ്പോ എങ്ങനെ വരുത്തുമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ കൈതിരിമി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂപ്പർക്ക് ഒരു ഐഡിയ വരിക. കംബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു #ഉം കണ്ടില്ല, അത് ട്രെൻഡിങ് ആവും. മൂപ്പര് അത് കണ്ടുവരും. ഇവിടെ കേടുകെട്ട മാടുകളെ, ആൾക്ക് ഇപ്പൊ തന്നെ ഒരു 130 വയസ്സുണ്ടാവും. അയാൾക്ക് കണ്ണേ കാണുമോന്ന് അറിയില്ല ജീവിച്ചിരിക്കണമെങ്കിൽ തന്നെ. സോഷ്യൽ മീഡിയ എന്താണ് അറിയില്ല, BCRന്റെ കാലത്തുണ്ടായിരുന്ന ആ ചങ്ങായിക്ക് അറിയോന്ന് കണ്ടറിയാം. എന്നിട്ട് നിങ്ങളൊരു #, ഇടും, അത് കണ്ട് മൂപ്പര് വരും. ഇത് ഞങ്ങൾ വിശ്വസിക്കണം. മിസ്റ്റർ ശങ്കർ സാർ, ഞങ്ങളൊക്കെ കണ്ടാ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊക്കെ വെള്ളം ചേർത്ത് ആ #, ആണെങ്കിലോ ഇന്ത്യ എന്നല്ല വേൾഡ് മുഴുവൻ ഞങ്ങൾ ട്രെൻഡിങ് ആവും. ലോകത്ത് വേറെ ആർക്കും ഒന്നും പറയാനില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഏതോ ഒരു സ്ഥലത്തെ മകനെ കുത്തിക്കൊന്നു, അങ്ങനത്തെ സൈക്കോ. റിയൽ ലൈഫ് നോക്കുകയാണെങ്കിൽ 90s 4 പേരെ കൊന്ന ഏതൊരു കാട്ടുകളവൻ. അയാളെ പറ്റി ആരാ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വേറെ ആർക്കും ഒരു പണിയില്ലടേ. ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് തായ്പേന്ന് അവർക്കൊരു മെസ്സേജ് വരെ ഇന്ത്യൻ താത്ത തായ്വാനിലുണ്ടത്ര. അപ്പൊ ഇവരൊക്കെ കൂടി അവിടെ ഉള്ളിടത്തിന് അന്വേഷിക്കാൻ വിടും. അതിന്റെ ഇടയിൽ സിദ്ധാർത്ഥിന്റെ ഒരു കുറച്ച ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. എന്റെ പൊന്നോ, അവന്റെ പേര് ചിത്ര, അവന്റെ അമ്മേന്റെ പേര് ചിത്ര. 2 പേർക്ക് ഇങ്ങനെ ഒരേ പേര് വരാൻ കാരണം ചെറുപ്പത്തിൽ മിണ്ടൂലത്രേ. അതിന് ഇവരൊക്കെ കൂടി തിരുപ്പതി പോയിട്ട് നേർച്ച നടന്ന് അവന്റെ അമ്മ മുട്ടിലഴിഞ്ഞ് മല കയറുന്നത് കണ്ടപ്പോ ഇവരപ്പൊ തന്നെ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിച്ചത്രേ. അതുകൊണ്ട് അത്ര ഇവർ അമ്മേന്റെ പേരിന് ഇട്ടത്. സാർ ശങ്കർ സാർ, ഞങ്ങൾ ചോദിച്ചാ ഇവന്റെ അമ്മേന്റെ പേരെന്താ, ഇവന്റെ പേരെന്താന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. വെറുതെ ഇവിടെ കിടന്ന് ക്രിഞ്ചടിപ്പിക്കാണ് ഞങ്ങൾക്ക് ഇന്ത്യൻ താത്തേനെ കാണിച്ചതാ സാർ. അപ്പൊ നമ്മളത് വിചാരിക്കും തൊട്ടടുത്ത ഷോട്ടിൽ ഇന്ത്യൻ താത്തേനെ കാണിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. തൊട്ടടുത്ത ഷോട്ടിൽ ഇതാ കിടക്കുന്നു ഒരു കലണ്ടർ സോങ്. കലണ്ടർ സോങ് ഇങ്ങനെ ചെയ്യുന്നത് Gucci
വിഷ്വൽ ബ്യൂട്ടി അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഈ കളവനെ തന്നെ ആരെത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോഴും 2004 പറഞ്ഞിട്ടാണ് ഈ പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാറി സാർ. ഈ പടമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഏതൊരു പെണ്ണ് എവിടെയോ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾ എന്തിനു കാണണം സാർ? അയ്യോ ആ പാട്ടും കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ബോട്ടിൽ താത്തയുടെ കൊല ഉണ്ടോ. ഇന്ത്യൻ താത്തനെ കണ്ട് പേപ്പറൊക്കെ കീറി എറിഞ്ഞ് കൈയടിക്കാന്ന് വിചാരിച്ചപ്പോ ഒരു ചപ്പടാച്ചി വിഗും കുറച്ച മേക്കപ്പ് വെച്ച് ഇതായിരിക്കും സാർ. എന്താ ഇത് കടിക്കൂ? ഇതിനെ കണ്ടാലേ പേടിയാവും. ഇത് ഇന്ത്യൻ താത്ത. ഇത് ഇന്ത്യൻ താത്തയല്ല, വിമ്മിന്റെ പോത്ത വെച്ച് തേച്ച പോലെ ഉണ്ട്. താത്ത ബോട്ടിലെ പണിക്കാരനെ പോലെ വേഷം മാറി വന്നിട്ട് വിജയ് മലയനെ പോലെ ശങ്കർ എല്ലാ പടത്തിലും വെക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. അയാളുടെ ബോഡി ഗാർഡ്സിനൊക്കെ താത്ത അടിച്ച് പരത്തിയിട്ട് അയാളുടെ റൂമിൽ കയറും. നമ്മുടെ മല്ലയാണെങ്കിലോ കലണ്ടർ സോങ്ങിൽ വന്ന പെമ്പിള്ളേരുടെ വയറ്റത്ത് ആമക്കുഞ്ഞിനെ വിട്ട് കളിച്ചുകൊണ്ട് ഓരോരോ മല്ലയ കളികളെ താത്ത വന്ന് മല്ലയുടെ മുതുകുമ്പോൾ നോക്കിയിട്ട് ഒരു ഒറ്റ മർമ്മം കിട്ടും. ആദ്യത്തെ സ്വഭാവം മാറണമെന്നൊക്കെ എവിടെ നിന്ന് ആ ലിപ്സ്റ്റിക്കും കൺമിഷിക്കും മർമ്മം എടുത്താൽ കുറെ ലിപ്സ്റ്റിക്കും കൺമിഷി ഫ്രീ. മർമ്മാണിത്താത്ത മാസ് തന്നെ. ആൻഡ് മൈ ഡിയർ സെൻസർ ബോർഡ്, ഇത്രയും തിരക്കിനിടയിലും നിങ്ങളുടെ പണി നിങ്ങൾ വെടുപ്പായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, സന്തോഷം. അങ്ങനെ താത്ത അവിടെ കിടന്ന് എന്തൊക്കെയോ കൊണയടിച്ചിട്ട് അയാളെ കുത്തിക്കൊല്ലും. ആദ്യം തന്നെ ചെയ്താ പോരെ. ഈ സിനിമയിലെ അന്വേഷിച്ച് കാളിദാസ് വരിക. അപ്പൊ താത്തയാണെങ്കിലോ അവിടെ ആരെങ്കിലും വന്ന് എന്നെ വിളിക്കടേ എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ ഇത്രയും കാലം എവിടെയായിരുന്നോ എന്ത് ചെയ്യായിരുന്നോ ഈ പടത്തിൽ പറയണേയില്ല. പക്ഷെ എനിക്കറിയാം ആൾ ഇത്രയും കാലം ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ ബുക്കിന്റെ പേരാണ് മർമാണി താത്തയുടെ 101 മർമ്മ വിദ്യകൾ. ഇപ്പൊ ഇത്രയും കാലം ലോകം മുഴുവൻ കറങ്ങി നടന്ന് കണ്ടുപിടിച്ച എല്ലാ കൊണച്ച മർമ്മങ്ങളും ഒരൊറ്റ ബുക്കിലാക്കി നാട് നീളെ ട്രെയിനിലും ബസ്സിലൊക്കെ വിറ്റ് നടക്കായിരുന്നു ഈ ചങ്ങായി. അതായത് നമ്മുടെ മർമാണി താത്തയുടെ ഒരു കൊച്ചു പുസ്തകം. അത് ഉപയോഗിക്കാനുള്ള ടൈം ആയിരുന്നു കണ്ടുപിടിച്ച താത്ത ആ ഹാഷ്ടാഗിന് നേരെ റിപ്ലൈ കൊടുക്കും. സെൻ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വെച്ച് ഇത് സിദ്ധാർത്ഥ് കാണും. എന്നിട്ട് കടന്ന് അർമാദിക്കും. ഇവിടെ മൊരട്ട് കാളെ ഈ വിവരം കെട്ട മാടുകളൊക്കെ എന്താ പറയുന്നത്. ഇതുപോലത്തെ എത്ര പേര് എങ്ങനെയൊക്കെ കമന്റ് ഇട്ടുണ്ടാവൂടാ. എങ്ങനെയാണ് നിങ്ങൾക്ക് താത്തയാണെന്ന് കറക്റ്റ് മനസ്സിലായത്? സെൻ ഇന്ത്യൻ, സേനാപതി ഇന്ത്യൻ. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എഴുതിണ്ടാവുക. താങ്കൾക്ക് സോഷ്യൽ മീഡിയയെ പറ്റി വലിയ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ താത്ത നേരെ വേഷം മാറി ചെന്നൈ എയർപോർട്ടിൽ വന്നിട്ട് അവിടെയുള്ള സ്റ്റാഫിനൊക്കെ നല്ലോണം അങ്ങോട്ട് വെറുപ്പിക്കും. വേഷം മാറി വരികയാണെങ്കിൽ പൊത്തിയിട്ട് പോണം. അപ്പൊ ആരും അറിയില്ല. ഇത് അവിടെ കിടന്ന് അവരെ മുഴുവൻ വെറുപ്പിച്ചപ്പോ ഇന്റർനാഷണൽ കോപ്പ് ബോബി സിമ വന്ന് നേരെ മൂപ്പരെ കൈയോടെ തൂക്കും. മൂപ്പരാണെങ്കിൽ നമ്മുടെ നെടുമുടി വേണുവിന്റെ മകൻ. പഠിക്കാൻ വന്ന പട്ടീനെ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞ പോലെ താത്തനെ പിടിക്കാൻ വന്ന CBIക്കാരെ താത്ത പിടിച്ചോണ്ട് പോകുന്നില്ല. ആ പോൾ വഴി ബാർബർ ഷോപ്പിൽ കയറി മുടിയും വെട്ടി MCR മുണ്ടും ഷർട്ട് വാങ്ങിയിട്ട് നമ്മുടെ നെടുമുടി വേണുവിന് ഒരു ഉറക്കമർമ്മം ഇങ്ങോട്ട് ഇട്ടിട്ട് പോകും. ഉറങ്ങാനൊക്കെ ആരാ മർമ്മം കണ്ടുപിടിച്ചത്? ആ മർമ്മ ആ ബുക്കിന്റെ ഏത് പേജിലാണോ ആവും. അതൊന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പടം തിയേറ്ററിൽ കാണാതിരുന്ന സമയത്ത് സ്വയം കുത്തിയിട്ട് ഉറങ്ങായിരുന്നു. ഇയാളെ കടത്തുറക്കിട്ട് ഇടും മോനെ കതറൽസ് പാട്ട്. മെസ്സി വരുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ ഇമ്മാരി കാട്ടിക്കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിസ്റ്റർ ശങ്കർ മാത്രമാണ് ഇപ്പോഴും കളർ കൂടെ വാരി എറിഞ്ഞ് കുറെ ബിൽഡിംഗിൽ കളർ പെയിന്റ് അടിച്ചു വെച്ചാൽ ബ്രഹ്മാണ്ടാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആള്. അതൊക്കെ പോയി സാർ. അണ്ടങ്കാക്ക കൊണ്ടക്കാരിയൊക്കെ അന്തക്കാലം, ഇത് ഇന്തക്കാലം. ആ ഡാൻസിന്റെ ഇടയിൽ ഇവരിടുന്ന ടീഷർട്ടിൽ താത്തയുടെ മർമ്മം പ്രിന്റ് അടിച്ചിട്ട് നെഞ്ചത്ത് ഇതിന്റെ ഇടയിൽ ഇവരെന്താ തലയെ കാണിച്ചു വെച്ചിരിക്കുന്നത്. കുറെ തന്നെ ഫ്ലാറ്റിലൊക്കെ പെയിന്റ് അടിച്ചു വെച്ച് നോക്കി. ആ ടാങ്കറിലെ ഉള്ളിലൊക്കെ എന്താ പണി വെച്ചിരിക്കുന്നത്. പിന്നെ വേലയ്ക്കും പൂരത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഡോറയുടെ ഒക്കെ ഹൈഡ്രജൻ ബലൂൺ കാണില്ലേ, അതുപോലെ താത്തയുടെ കുറെ ബലൂൺ. ഇതാണ്ട ബ്രഹ്മാണ്ടം. ആൻഡ് ദ മോസ്റ്റ് സാഡസ്റ്റ് തിങ് ഈസ് ഈ പടത്തിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ട് എഴുതിയ പാട്ട് ഇതാണ്. നല്ല കിടിലൻ ലൈനുള്ള പാട്ട്. അതാ അതിന്റെ ഇടയിൽ അവൻ തെറ്റിച്ച്. അങ്ങനെ താത്ത 3 ബുക്കിൽ 7 മണിക്ക് വന്ന് ദർശനം നടത്തി. അത് ലോകം മുഴുവൻ ഇരുന്ന് കണ്ടു. നമ്മുടെ മോദി നോട്ട് നിരോധനം നടത്തിയത് പോലും ഇത്ര ഇന്ത്യക്കാർ ഒരുമിച്ചിരുന്ന് ലൈവിൽ കണ്ടിട്ടുണ്ടാവില്ല. ഈ ചങ്ങൽ ഇപ്പോൾ ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പടം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ കൂടെ ലൈവിൽ കണ്ട CBIക്കാരാണെങ്കിലും അപ്പൊ തന്നെ മൂപ്പര് IP അഡ്രസ് വെച്ച് പിടിക്കാണ്ട് ഈ ലൈവ് മുഴുവൻ കഴിയാറായപ്പോ ഏതൊരു മ്യൂസിയത്തിലാണെന്ന് പറഞ്ഞ് ഓടിപ്പോയിരിക്കുക. എടാ മൂദേവികൾ ആദ്യ ഷോട്ടിലേ കണ്ടു അത് മ്യൂസിയം ആണെന്ന്. പഞ്ചായത്തിൽ വേറെ മ്യൂസിയം ഇല്ല, എന്നിട്ടാണ് ഇത്ര കഷ്ടം. സോ ഇതൊക്കെ എങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെയോ CBIക്കാരെ അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ താത്തേനെ പിടിച്ചു വെച്ചിട്ട് ആൾക്കൊരു മർമ്മം ഇട്ടിട്ട് അങ്ങോട്ട് പോകും. വെറും മർമ്മല്ല, പാട്ട് മർമ്മം. നമ്മ മൂപ്പര് നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടിക്കൊണ്ടേ. ഇതറിഞ്ഞ ഏതൊരു അമ്പല കമ്മിറ്റിക്കാർ മൂപ്പര് പിടിച്ചോണ്ട് പോകാൻ നോക്കിയതൊക്കെയാണ് കേട്ടത്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ചങ്ങയിരുന്ന് പാടിക്കൊള്ളു. അതും ഭക്തിഗാനം. എന്നെ കർമ്മ
കർമ്മല്ല മർമ്മ. ഈ താത്ത ലൈവിൽ വന്നിട്ട് ലഞ്ച് എന്ന് പറഞ്ഞ് കൊണയടിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ യൂട്യൂബർമാർ ഓരോരുത്തരും അവരവരുടെ വീട്ടിലുള്ളവർ ഇൻകം ടാക്സിന് പിടിച്ചു കൊടുക്കും. ഓരോരുത്തരും ആദ്യം ഇവൻ അവന്റെ അച്ഛനെ പിടിച്ചു കൊടുക്കും, ഇവൾ അവന്റെ അമ്മേനെ പിടിച്ചു കൊടുക്കും, ഇവൻ അവന്റെ മാമനെ പിടിച്ചു കൊടുക്കും, ഇവൻ അവന്റെ അമ്മായിപ്പനെ പിടിച്ചു കൊടുക്കും. ഇതും പോരാണ്ട് 1-2 സീനിൽ മാത്രം വന്നു പോണ രാഘുൽപ്രീത് സിംഗും അവളുടെ ചേട്ടനെയും പിടിപ്പിക്കും. ഇതേ സാധനം ഇങ്ങനെ മാറ്റി കാണിച്ച് ഒരു 1.5 മണിക്കൂർ അങ്ങോട്ട് വീർപ്പിക്കും. അതിന്റെ ഇടയിൽ ഏതോ സ്വർണ്ണക്കടയിലെ പരസ്യം പോലെ എസ് ടി സൂര്യക്ക് വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് നിൽക്കുമ്പോഴാണ് ഒരു സ്വർണ്ണക്കട മുതലാളിയുടെ മോളുടെ കല്യാണം. അയാളുടെ വീട്ടിലാണെങ്കിലും മൊത്തം സ്വർണ്ണം, കാലിടുന്ന ചെരുപ്പ് കീറി ഒരു പൊന്മുട്ട ഇടുന്ന താറാവ്. വെച്ച് നമ്മുടെ ഇന്നന്താത്ത വന്ന് കുതിരമർമ്മം കിട്ടിയിടും. ആ കുതിരമർമ്മം ഇട്ട ആൾക്കാരൊക്കെ കുതിരേനെ പോലെ ഓടാൻ തുടങ്ങും. എന്തായാലും സെറ്റ് ഇട്ടതല്ലേ, വെറുതെ കളയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ വെച്ചിട്ട് 1.5 മണിക്കൂറിനകത്ത് കുതിരപ്പന്തയം നടത്തിയിട്ട് ഇയാളെ പുറത്തേക്ക് അഴിച്ചു വിട്ടു. മൂപ്പരാണെങ്കിലോ ഫോറസ്റ്റ് കമ്പ് ഓടിയ പോലെ നാട് മുഴുവൻ ആ കുതിരയും വെച്ച് ഓടും. ഇത് കഴിഞ്ഞ് നമ്മുടെ താത്ത നേരെ നാസയിൽ പോയിട്ട് എയറിൽ നിൽക്കുന്ന ഒരുത്തിന് തുപ്പല് മർമ്മം ഇട്ട് കൊല്ലും. തുപ്പൽ മർമ്മം എന്താന്ന് പറഞ്ഞാൽ ആളെ മർമ്മം ഇട്ടാ പിന്നെ അയാൾ തുപ്പല് തുപ്പിക്കൊണ്ടേ. താത്ത എന്നിട്ട് ഒരു 1.5 മണിക്കൂർ സീറോ ഗ്രാവിറ്റിയിൽ നിന്നിട്ട് തുപ്പൽ കൊണ്ട് കളിക്കും. അവസാനം തുപ്പി അയാൾ ചാവാറായി എന്ന് കണ്ടപ്പോ തുപ്പലും വെച്ചിട്ട് അക്ഷരമാല എഴുതി. ഓരോരോ മർമ്മങ്ങളെ താത്ത അവിടെ കിടന്ന് ഇങ്ങനെ ബുക്കിലുള്ള ഓരോരോ മർമ്മങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഇങ്ങനെ ഫോളോവേഴ്സ് അവരുടെ വീട്ടിലുള്ള എല്ലാവരും ജയിലിൽ കയറ്റും. എല്ലാ വീട്ടിലും അഴിമതിയാണ് അത്ര. അങ്ങനെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയിലിൽ കയറുന്നത് കണ്ട് സിദ്ധാർത്ഥിന്റെ അമ്മ മരിക്കും. അപ്പൊ ഇത്രയും കാലം കാണാൻ വരാത്ത ഇന്ത്യൻ താത്ത കറക്റ്റ് ആ ടൈമിൽ കയറി ചെന്നപ്പോ ഇവരൊക്കെ കൂടി വട്ടത്തിൽ ഊക്കും മൂപ്പര്. കംബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞ് നടന്ന ഇവന്മാര് അപ്പൊ തന്നെ കാലി മാറി ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് വിട്ട് മൂപ്പരുടെ മോന്തൊക്കെ അങ്ങോട്ട് നീട്ടും. വെള്ളത്തിനുള്ള കണ്ണാടി വെക്കാത്തതുകൊണ്ട് താത്തയ്ക്കൊന്നും കാണാൻ പറ്റില്ലെങ്കിലും ഗോ ബാക്ക് എവിടെയും കേട്ടത് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് 130 വയസ്സുള്ള താത്തയ്ക്ക്. ബൈ ദ ബൈ ഹാഷ്ടാഗും വെച്ച് മോന്തൊക്കെ നീട്ടിയ മറട്ട് കാളകളെ. അയാൾ നിങ്ങളുടെ നേരെ മുന്നിലല്ലടാ നിൽക്കുന്നത്. പിന്നെ എന്ത് തേങ്ങടാ നീ ട്വിറ്ററിൽ പോയി ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ഇട്ട് അതെന്നിട്ട് ട്രെൻഡിങ് ആയിട്ട് അത് അയാളുടെ മോന്തയ്ക്ക് വെച്ച് കാണിക്കുന്നത്. ഇതാണോ ശങ്കർ സാർ നിങ്ങളുടെ യങ് ജനറേഷൻ? ഇത് വിവരില്ലാത്ത ജനറേഷനാണ് സാർ. ഞങ്ങളൊന്നും ഇങ്ങനല്ല. ഈ 4 എല്ലാവരും ഇവനിങ്ങനെ പോസ്റ്റ് ഇടാൻ കാത്തിരിക്കായിരുന്നു ലോകം. അപ്പൊ തന്നെ എല്ലാവരും ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞത് റീട്വീറ്റ് ചെയ്ത് വൈറലാക്കി വമ്പൻ ട്രെൻഡിങ് ആവും. ഇതേ സമയം തൊട്ടടുത്ത പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന നമ്മൾ സിബിഐക്കാർ ഈ ട്വീറ്റ് വൈറലായി എന്ന് കണ്ടപ്പോ ചാടി ഇറങ്ങി ഇന്ത്യൻ താത്തനെ അങ്ങോട്ട് വളയും. താത്ത നോക്ക് ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് വൈറലായി, വരോ ജയിലിൽ പോവാം, കമോൺ. ജെന്റിൽ റിമൈൻഡർ. CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, അല്ലാണ്ട് സൈബർ ബുള്ളിങ് ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇങ്ങനെയാണോ നിങ്ങൾ കേസ് അന്വേഷിക്കുന്നത്? കണ്ണി കണ്ട പൊന്തക്കാട്ടി കയറി പോസ്റ്റ് വൈറലാവണമെന്ന് വേണ്ടി കാത്തിരുന്നിട്ട് അവസാനമാണോ നിങ്ങൾ ആളെ പിടിക്കുന്നത്? ഇത് ഏത് യൂണിവേഴ്സിറ്റി CBI? അങ്ങനെ ഈ വിവരം കണ്ട CBI-ക്കാരും മുഴുവൻ വളഞ്ഞെങ്കിലും നമ്മുടെ താത്ത തൊപ്പി ബോംബ് നിലത്തിട്ട് മതിൽ ചാടി ഓടും. 130 വയസ്സാണെങ്കിലും കുട്ടികളുടെ ശരീരമാണ് മതിൽ കെട്ടൊക്കെ സർക്കാർ നിരോധിക്കുന്നത്. റോട്ടിക്കൂടെ പോണ ഏതൊരു കുട്ടിക്ക് അന്യഗ്രഹ ജീവി സമ്മാനമായിട്ട് കൊടുത്ത ഏതൊരു അമാനുഷിക ഉത്രാടപ്പാച്ചിലിന് പോണ പോലെ ഒരു പോക്കുണ്ട്. അതിന് പെട്രോളും വേണ്ട, കറണ്ടും വേണ്ട, സോളാറാണെന്ന് തോന്നുന്നു. വൻ പോക്കാണ്. എന്ത് പണി അതിന് പോട്ടെ. അതിനുള്ളിൽ കൂടെ ഇവനേത്ര അതിന്റെ ഇടയിൽ വീട്ടിനുള്ളിൽ കൂടെ കാർ ഓടിച്ച് കളിക്കുന്നത്. ഈ ചേസിന്റെ ഇടയിൽ താത്ത ഒരു ടണലിൽ കയറി 360 അടിക്കും. പിന്നെ മൂപ്പര് നേരെ മെട്രോ ട്രെയിനിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ച് പോലീസുകാരെ നമ്മളെ ഇട്ടങ്ങോട്ട് വെറുപ്പിക്കും. ഓടി മൂപ്പര് നേരെ ഒരു ഗോഡൌണിൽ കയറും. അവിടെ വെച്ച് താത്ത മൂപ്പരുടെ 6 പാക്ക് ഒക്കെ പുറത്തിട്ട് വമ്പൻ മാസം
അടിക്കാൻ വന്ന റൗഡികൾ പറയുന്നത് മിന്നാമിനിങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ക്രിസ്മസ് ട്രീയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഇലുമിനേഷൻ ലൈറ്റ് മെഴുകിയവര് അടി കൊള്ളുമ്പോൾ കിടന്ന് കത്തൊക്കെ. ആ സമയത്തേക്ക് അതിന്റെ ലുക്കൊക്കെ മാറി അർണോൾഡ് ഷ്വാസ്നഗറിനെ പോലെ. എല്ലാത്തിനും അടിച്ച അവസാനം അങ്ങനെ താത്ത ഓടി ഓടി ജംഗ്ഷനെത്തി വന്നപ്പോ നാട്ടുകാർ മുഴുവൻ മൂപ്പരെ വളഞ്ഞിട്ട് CJ കല്ലും കോലൊക്കെ എടുത്ത് എറിയും. ആരും എന്റെ ഇടയിൽ പഴുത്ത് വാങ്ങിയൊക്കെ എടുത്ത് എറിയും. അങ്ങനെ ആൾക്കാർ തല്ലിക്കൊല്ലാൻ പോകുമ്പോഴേക്കും മൂപ്പരെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യും. പക്ഷെ പോലീസിന്റെ മേത്ത് മർമ്മണ്ടാണ്ടിരിക്കാൻ അവർക്കൊരു മർമ്മ പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിലെ സാധനം ബിഗ് ബില്ലിയൻ്റെക്ക് ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ വന്നിട്ടുണ്ടായിരുന്നു സാധനം. ഞാൻ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോണ വഴി താത്ത ഒരു ചപ്പാത്തിക്കോലി വെച്ച് നമ്മുടെ ഇന്റർനാഷണൽ കോപ്പിനെ മുതുകും പുറം നോക്കി ഒന്ന് പൊളിക്കും. അപ്പൊ ഈ പടം കണ്ടോണ്ടിരിക്കണവരുടെ അവസ്ഥയാവും. അപ്പൊ തന്നെ എല്ലാരും കൂടി മൂപ്പര് ആശുപത്രി കൊണ്ടുപോയിപ്പോ ആ ഡോക്ടർ പറയാ ഈ മർമ്മിട്ട ആൾക്ക് തന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ, അയാളെ കൊണ്ടുപോകും. പിന്നെ എന്ത് തേങ്ങാ പിണ്ണാക്കിനാണോ തന്നെ ഡോക്ടർ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അവസാനം തളർവാദം പിടിച്ചു കിടക്കുന്ന ഈ ഇന്റർനാഷണൽ കോപ്പിനെയും കൊണ്ട് ഇന്ത്യൻ താത്ത ആംബുലൻസിൽ കയറി പോണത് കാണിക്കുമ്പോ പാട അവസാനിച്ചത്രേ. ബാക്കി ഇന്ത്യൻ 3 പറയാം എങ്ങനെ ഇരിക്കണേ. സാർ ശങ്കർ സാർ നിങ്ങൾക്ക് ഇന്ത്യൻ 3 ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ 2 ഇറക്കി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇന്ത്യൻ 3 ഡയറക്റ്റ് അങ്ങോട്ട് ഇറക്കിയാ പോലെ ഞങ്ങൾ ഇട്ട് വെറുപ്പിക്കണം. പൈസയും പോയി 3 മണിക്കൂർ പോയി കൊണ്ടാറങ്ങാൻ. എന്നിട്ട് പടം ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ 20 മിനിറ്റ് വെട്ടിക്കളഞ്ഞിരിക്കുക. സാർ വെട്ടാനാണെങ്കിൽ 5-10 മിനിറ്റ് അല്ല ഈ പടം മുഴുവൻ വെട്ടണം സാർ. പടത്തിന്റെ ആവശ്യമില്ല. ഈ ഇന്ത്യൻ 3 എന്താണാവോ ഇതിലും വലുത് പണി വെച്ചിരിക്കുന്നത്. ശരി പോയതൊക്കെ പോട്ടെ. എല്ലാ പാർട്ടും സെക്കൻഡ് പാർട്ട് ഇറക്കണ പോലെ അന്യനെങ്ങാനും സെക്കൻഡ് പാർട്ട് ഇറക്കിയ അതൊന്നും താങ്ങാൻ പോലും ഞങ്ങളെ കൊണ്ടാവൂല. അങ്ങനെയൊന്നും ചിന്തിക്ക പോലും ചെയ്യരുത് സാർ. വളരെ സന്തോഷം, മനസ്സിനൊരു സുഖമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോ. എന്തൊരു അവസ്ഥയിലെ ഇത് നമ്മൾ തിയേറ്ററിൽ പോയി അനുഭവിച്ചല്ലോ. ഇതിനകത്ത് കാണിച്ച സാധനല്ലേ, അതായത് ആ കുട്ടീന്റെ അടുത്ത് നിന്ന് മറ്റേ സാധനം കളിപ്പാട്ടം തട്ടിപ്പറിച്ചു പോണേ, അത് തന്നെ ശരിക്കും ഒരു അരമണിക്കൂറോളം ഉണ്ട് സിനിമ. അതിന്റെ സ്വിച്ച് എവിടെയാണ്? അതെല്ലാം ആ താഴെ തന്നെയാണ് അതിന്റെ സ്വിച്ചൊക്കെ. പക്ഷെ അത് ബാലൻസിങ്ങിൽ പോണ സാധനമാണ്. അത് മാത്രല്ല ഒരു ഇറക്കൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് മുന്നോട്ട് പോകുള്ളൂ. അതല്ല ഇറക്കല്ല, അല്ലാതെ തന്നെ സാധനം ഓടും. പക്ഷെ അതിന് ബാലൻസിങ് ഉണ്ട്, അതിന് എത്രയോ ടൈമും ഈ സാധനമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളതാ. അത് കഴിഞ്ഞാൽ തീർന്നത് സ്പീഡൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോ എന്താണ് സ്കോർപിയോ പോലും എത്തുന്നില്ല അതിന്റെ ഒപ്പം. ഇത് എന്താണെന്നറിയോ, ഇത് ശരിക്കും വലിയൊരു കണ്ടെത്തലാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ്. എണ്ണടിക്കണ്ട, ചാർജ് ചെയ്യണ്ട, കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഏത് വഴി എവിടേക്ക് സഞ്ചരിക്കണോ അവിടെയൊക്കെ സഞ്ചരിക്കും. പക്ഷെ ഇതിന്റെ എന്താ പറയുക തുടക്കം, ആ ബാർക്കിംഗ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ തുടക്കം ഭയങ്കര രസമായിരുന്നു. അത് നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ആ സാധനം നമ്മളൊക്കെ അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടാണല്ലോ തുടങ്ങുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കാട്ടവരാതെ സിനിമയായിപ്പോയി. സഹിക്കൂല. ഇതില് ശരിക്കും ആ 6 പാക്ക് പുറത്തിടുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ വേണമായിരുന്നു. അതും പിന്നെ ട്രൈസിപ്സ് പൊന്തിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട്. അതായത് ആദ്യം ആളെ കാണുമ്പോ ആള് ഷർട്ടൊക്കെ ഊരിടും, എന്നിട്ട് ചുക്കി ചുളിഞ്ഞ് വയറൊക്കെ ചാടിയൊരു മനുഷ്യൻ, ഒരു വയസ്സായ ആളാണ്. ഇനിയിപ്പോ ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നുള്ള രീതിയിൽ അത് കണ്ടിട്ട് ചിരിക്കുകയാണ് മറ്റുള്ളവര്. ഇത് കുറെ ജിമ്മന്മാര് ഇങ്ങനെ LED ബൾബ് കത്തിച്ച് നിൽക്കുന്നവരെല്ലാവരും. അപ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും, ഉള്ളിൽ നിന്നുള്ള ഈ മസിൽസ് ഒക്കെ പുറത്തേക്ക് കാണും. അപ്പൊ ഇവരൊന്ന് എട്ടുകയാണ്, ഇത് എന്ത് സാധനം. അതാണ് അതുവരെ ഒരു 5 അടിയൊക്കെ ഉണ്ടായിരുന്ന താത്ത കുറച്ച് ടൈമത്തിന് 6-6.5 അടി അർണോൾഡ് ഷ്വാസ്നഗറൊക്കെ വിരിഞ്ഞു നിൽക്കുക. പിന്നെ ഒരു വിരിയലാണ്. ഹൈറ്റ് ഒക്കെ മാറുന്നുണ്ട്, ഹൈറ്റിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഭയങ്കര തന്നെ. ആ മരിച്ചുപോയ നെടുമുടി ചേട്ടനെ കൊണ്ടുപോയിട്ട് കാണിച്ചു വെച്ചത്, ആ മറ്റേ ഉറക്കുന്ന സാധനം കൊടുക്കുന്ന ആ സമയത്ത് ആളുടെ മുഖം കാണുമ്പോ തന്നെ നമുക്ക് എന്തോ പോലെ ആയിപ്പോവും. പിന്നെ മനോബാലന ചെയ്തിരിക്കുന്നത് മനോബാലയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഒന്നും കൂടി ഇത് വെച്ച് നോക്കുമ്പോ മനോബാലയാണ് ഒന്നും കൂടി നന്നായിട്ടുള്ളത്. പിന്നെ നമ്മുടെ വിവേകിനെ കാണിച്ചിരിക്കുന്നത് ഫ്രണ്ട് മാത്രമാണ്, ഫേസ് മാത്രം. അതായത് മുന്നിൽ നിന്ന് ഫ്രണ്ട് വ്യൂ മാത്രം. സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം കാണും എന്നുള്ളത് കൊണ്ടേ സൈഡ് ഒന്നും കൊടുത്തിട്ടില്ല. സൈഡ് കൊടുത്ത് കാണിച്ചത് വളരെ ബോറായിട്ടുള്ളതാണ്. നെടുമുടി ചേട്ടന്റെ ഇത് ഭയങ്കര ബോറാണ് ആ സംഭവം. ആ നാക്ക് കടിച്ച് കിടക്കുന്നതാണെങ്കിൽ അത് കണ്ട സഹിക്കൂല. അങ്ങനത്തെ കോലത്തിലാണ് അത്. എന്താണെങ്കിലും അടുത്ത ഫിലിമിഷക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ, എൻജോയ് ചെയ്യും.
കാരണം പൈസ പോയത്, സമയം പോയത്, അതൊക്കെ നമുക്ക് മുതലാക്കണമെങ്കിൽ ഇതിലേ നടക്കുള്ളൂ. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ശങ്കറിനെ നമ്പാതെ ഈ ശങ്കറിനെ ഗെയിം ചേഞ്ചർ ആണ് മനസ്സിൽ ആലോചിച്ച്. അതിന്റെ സോങ് ഓർമ്മല്ലേ? പിന്നെ പുറത്തൊന്നും എന്താന്ന് ഇതേ അവസ്ഥ തന്നെയാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ആളിപ്പോഴും അതിൽ നിന്ന് വിട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മാത്രമല്ല 6 സോങ് ആയിട്ടുണ്ടെന്നാണ് കേട്ടത്. എന്റെ അമ്മേ, ഗെയിം ചേഞ്ചറിന്റെ കാര്യം.